റെക്കോർഡിങ്സ് ഓൺ ആക്കാം. ആദ്യം ഞാൻ പറയാൻ പോണത് ക്ലമേഡിയ ട്രക്കോമാറ്റിസ് ആണ്. ക്ലമേഡിയ ട്രക്കോമാറ്റിസ്. അപ്പോൾ ഇത് ഹ്യൂമൻ പതോജൻ തന്നെയാണ്. എന്തൊക്കെ ഡിസീസാണ് ഉണ്ടാക്കുന്നതെന്ന് പറയാം. ഹ്യൂമൻ പതോജൻ ആണ് ഇത് കോസിങ്. ട്രക്കോമാറ്റിസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഒക്കുലാർ ഇൻഫെക്ഷൻസ് ഉണ്ടാക്കും റിലേറ്റഡ് ടു ഐ. ഒക്കുലാർ ഓ ആണേ, ഒക്കുലാർ ഇൻഫെക്ഷൻസ്. പിന്നെ കുട്ടികളിലാകുമ്പോൾ നിയോനേറ്റൽ ഇൻഫെക്ഷൻസ് ഉണ്ട്. പിന്നെ യൂറോജെനിറ്റൽ. ഇപ്പോൾ ക്ലമേഡിയ ട്രക്കോമാറ്റിസ് ഒരു ഹ്യൂമൻ പതോജൻ ആണ്. കൂടുതലും ഒക്കുലാർ ഇൻഫെക്ഷൻസ് ആണ്. ട്രക്കോമാറ്റിസ് കണ്ണുമായിട്ട് റിലേറ്റ് ചെയ്ത ഇൻഫെക്ഷൻസ് ആണ് കോമൺ ഉണ്ടാക്കുന്നത്. അതർവൈസ് നിയോനേറ്റൽ ഇൻഫെക്ഷൻസ് കുട്ടികളിൽ ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്നുണ്ട്, യൂറോജെനിറ്റൽ ഇൻഫെക്ഷൻസും ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ടൈപ്പിംഗ് ഉണ്ട്. ടൈപ്പിങ്ങിൽ നമ്മൾ ക്ലമേഡിയനെ ബയോവാസ് എന്നാണ് പറയുന്നത്. ടൈപ്പിങ്ങിൽ സ്ട്രെയിൻസ് അഥവാ ബയോവാസ് എന്നാണ് പറയുന്നത്. എത്ര ബയോവാസ് അഥവാ എത്ര സ്ട്രെയിൻസ് ഉണ്ടെന്ന് വെച്ചാൽ 2 സ്ട്രെയിൻസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഒന്ന് ട്രിക്ക് എന്ന് പറയും, TRIC. രണ്ടാമത്തേത് LGV. എന്താണ് ട്രിക്ക്, എന്താണ് LGV? ട്രിക്കിൻ്റെ ഫുൾ ഫോം ട്രക്കോമ ഇൻക്ലൂഷൻ കൺജക്റ്റിവൈറ്റിസ്. എന്താണ് LGV? LGV നിങ്ങൾക്ക് ഫെമിലിയർ ആയ വേർഡാണ്. ലിംഫോ ഗ്രാനുലോമ വെനേറം. ലിംഫോ ഗ്രാനുലോമ വെനേറം. അപ്പോൾ ക്ലമേഡിയ ട്രക്കോമാറ്റിസ് ഇസ് എ ഹ്യൂമൻ പതോജൻ. ഒക്കുലർ ഇൻഫെക്ഷൻസും നിയോനേറ്റൽ ഇൻഫെക്ഷൻസും യൂറോജെനിറ്റൽ ഇൻഫെക്ഷൻസും ഇത് കോസ് ചെയ്യാറുണ്ട്. അതിന് 2 സ്ട്രെയിൻസ് ആണ്, 2 ടൈപ്സ് ഓഫ് സ്ട്രെയിൻസ് ബയോവാസ്. ഒന്ന് ട്രിക്ക് ആൻഡ് LGV. എന്താണ് ട്രിക്ക് എന്ന് പറഞ്ഞാൽ ട്രിക്ക് സ്ട്രെയിൻസ് കൂടുതലും ഉണ്ടാക്കുന്നത് ട്രക്കോമ ഇൻക്ലൂഷൻ കൺജക്റ്റിവൈറ്റിസും, LGV സ്ട്രെയിൻസ് അഥവാ ബയോവാസ് ഉണ്ടാക്കുന്നത് ലിംഫോ ഗ്രാനുലോമ വെനേറോ ആണ്. എഴുതിയോ? ഇനി ബയോവാസ് അഥവാ സിറോടൈപ്പിംഗ് എന്തിൻ്റെ ബേസിലാണ് ചെയ്യുന്നത് വെച്ചാൽ മോംബ്, അതിൻ്റെ നമ്മളതിനെ MOMB ഇതിനതിൻ്റെ ആൻറ്റിജൻസിറ്റിയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ മെംബ്രെയിൻ പ്രോട്ടീൻസ് ആൻഡ് അതിനകത്തൊരു ജീനുണ്ട്. ഏതാണ്? OMPA, ഔട്ടർ മെംബ്രെയിൻ പ്രോട്ടീൻ A ആണ് അതിൻ്റെ ജീന്. ഇത് രണ്ടും നമ്മൾ ആൻറ്റിജൻസിറ്റിയിൽ പറഞ്ഞതാണ്. ഇതിൻ്റെ ബേസിസിലാണ് ഇതിനെ ഈ സ്ട്രെയിൻസ് അഥവാ ബയോവാസ് തിരിച്ചിരിക്കുന്നത്. എഴുതിയോ? നിങ്ങൾക്ക് എന്തെങ്കിലും 9:30 ഞാൻ ക്ലാസ് വെക്കുമ്പോൾ വരാൻ എന്തെങ്കിലും ലേറ്റ് ആവോ 5 മിനിറ്റ് ബുദ്ധിമുട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മെസ്സേജ് ഇടാം കേട്ടോ. ഞാനപ്പം 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കാം. നാളെ ക്ലാസ് ഉണ്ടാകത്തില്ല കേട്ടോ. നാളെ ഞാൻ സിനിമ കാണാൻ പോവാണ്. അപ്പം എവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്? അതന്നെ, എത്ര ദിവസമായി ടിക്കറ്റ് നോക്കിയിരിക്കുന്നത്. നാളെയാണ് കിട്ടിയത്, നാളെ രാത്രിയിലത്തേക്ക്. നിങ്ങളൊക്കെ കണ്ടോ? ആതിരേ മനു സിനിമ കണ്ടോ? ഇല്ല, കാണണ്ടേ? നിങ്ങൾ സിനിമ കാണാത്ത നല്ല കുട്ടികളാണോ?
കാണാറില്ല. ഞാൻ തുടരും കണ്ടതിന് ശേഷം പിന്നെ ഇപ്പോഴാട്ടോ തിയേറ്ററിൽ പോയി ഒരു ഫിലിം കാണുന്നത്. ഞാൻ കൂടുതലും മറ്റേ ഹോട്ട്സ്റ്റാറിൽ വരുമ്പോൾ കാണാറേ ഉള്ളൂ. തിയേറ്ററിൽ അങ്ങനെ പോകാറില്ല. തുടരുവാണ് ലാസ്റ്റ് കണ്ട ഫിലിം. ഇപ്പം നമ്മൾ ട്രക്കോമാറ്റിക്സിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാം. ട്രക്കോമാറ്റിക്സിൻ്റെ കാര്യങ്ങൾ പറയുമ്പം ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതിനകത്ത് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്യാം. കുറച്ച് അസുഖങ്ങളുടെ പേരാണ് അത് നമുക്ക് വേണേൽ സ്റ്റേറ്റ്മെൻറ്റിൽ വരാം. അതുകൊണ്ട് അതൊന്ന് ആഡ് ചെയ്യാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ട്, നിങ്ങൾ എഴുതിയിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഇൻക്ലൂഷൻ, ബ്ലെനാറിയ, ഒഫ്താൽമിയ, നിയോനെറ്റോറം. ഈ വേർഡൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് നമുക്ക് അതിൻ്റെ പതോജനിസിറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഈ ക്ലമൈഡിയ ട്രക്കോമാറ്റിസിൻ്റെ ഇതിന് കുറേ ബയോടൈപ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. കുറേ ബയോടൈപ്സ് അല്ല, 2 എണ്ണം. അതിൻ്റെ സീറോ ടൈപ്സുകൾ, ബയോവാർ എന്ന് പറഞ്ഞാൽ ട്രിക്കും LGV ആണ്. പക്ഷേ അതിൻ്റെ സീറോ ടൈപ്സുകൾ സബ് ഡിവിഷൻ A, B, C എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചുണ്ട്. അതിൻ്റെ ബേസിസിലാണ് ഈ അസുഖങ്ങൾ ഡിവിഷൻ വരുന്നത്. അത് ഞാനൊന്ന് പറയാം. അത് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ വേണേൽ നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ എടുത്തിടാം. നമ്മൾ എന്തായാലും അത് നോട്ട് ചെയ്തേക്കാം, ഇത്രയും പഠിക്കുന്നതല്ലേ. ക്ലമീഡിയ ട്രിക്കോമാറ്റിസ് സിമ്പിളാണ്, നമ്മൾ പഠിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ്. രണ്ട് ബയോവാറാണുള്ളത്. ഏതൊക്കെയാണ് ബയോവാർ? ട്രിക്കും LGV ഓൾറെഡി നേരത്തെ പറഞ്ഞതാണ്. ഇനി ട്രിക്കിന്റെ ഡിസീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, അതിന്റെ പേര് തന്നെയുണ്ട്, ട്രക്കോമ എന്നുണ്ട്. അപ്പോൾ ട്രിക്കസ് റിലേറ്റഡ് ടു ട്രക്കോമ. ഇനി അടുത്തത് അതിന്റെ സിറോടൈപ്സ് എന്ന് പറയുന്നത് A, B, C ആണ്. ഇനി D2K സിറോടൈപ്സ് ഉണ്ട്. അത് കോസ് ചെയ്യുന്നത് ജനൈറ്റൽ ഇൻഫെക്ഷൻസ് ആണ്. ജനൈറ്റൽ ക്ലമീഡിയാസിസ്, CHLAMY ക്ലമൈഡിയാസിസ്. ക്ലമൈഡിയാസിസ്. ക്ലമീഡിയാസിസ്. പിന്നെ ഉള്ളത് അനദർ സ്ട്രെയിൻസ് ആണ് DEFGH. അത് കോസ് ചെയ്യുന്നത് ഇൻക്ലൂഷൻ കൺജങ്ക്റ്റിവൈറ്റിസ്. ഇൻക്ലൂഷൻ കൺജങ്ക്റ്റിവൈറ്റിസ് കോസ് ചെയ്യും. സാന്ദ്രമോളെ, നമ്മളിപ്പം ക്ലമേഡിയയുടെ ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞ് സെക്കൻഡ് ക്ലാസ് ആണ്. ക്ലമേഡിയ ട്രക്കോമാറ്റിസിനെ കുറിച്ചാണ് പറയുന്നത്. ക്ലമേഡിയ ട്രക്കോമാറ്റിസിന് ക്ലമേഡിയക്ക് 2 ബയോവാർസ് ആണുള്ളത്, ട്രിക്കും LGVയും. ട്രിക്ക് എന്ന് പറയുന്നത് നമ്മൾ ട്രക്കോമ കോസ് ചെയ്യുന്നതാണ്. അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ട്രക്കോമ ഇൻക്ലൂഷൻ കൺജങ്ക്റ്റിവൈറ്റിസ്. LGV ഓൾറെഡി നമുക്കറിയാം, ലിംഫോ ഗ്രാനുലോമ വെനേറം. അപ്പോൾ അതിന് കുറച്ച് സീറോ ടൈപ്സുകളൂടെ ഉണ്ട്. അപ്പോൾ അത് ട്രിക്ക് ബയോവാറിന്റെ സീറോ ടൈപ്പുകൾ ABC-ക്കകത്ത് വരുന്നത് ട്രക്കോമയാണ് കോസ് ചെയ്യുന്നത്. D2K ആണ് ജനൈറ്റൽ ക്ലമീഡിയാസിസ് കോസ് ചെയ്യുന്നത്. ബാക്കി ഇപ്പോൾ EFGH അങ്ങനെയുള്ള അതർ സീറോ ടൈപ്സുകൾ ഇൻക്ലൂഷൻ കൺജങ്ക്റ്റിവൈറ്റിസ് ആണ് കോസ് ചെയ്യുന്നത്. അതിൽ JA എന്നൊക്കെ പറഞ്ഞ സബ് ടൈപ്പ് ഉണ്ട്. അതാണ് ഇൻഫന്റ് ന്യൂമോണിയ കോസ് ചെയ്യുന്നത്. ഇതിൽ ഈ സീറോ ടൈപ്സിനേക്കാളിലും അസുഖങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇൻഫന്റ് ന്യൂമോണിയ കോസ് ചെയ്യും. ഇപ്പോൾ ക്ലമേഡിയ ട്രക്കോമാറ്റിസിന്റെ ബയോവാറിന്റെ പേര് ഇമ്പോർട്ടൻ്റ് ആണ്, ട്രിക്കും LGVയും. ആ ട്രിക്ക് നമുക്ക് ഓൾറെഡി അറിയാം, ട്രക്കോമയാണ് കോസ് ചെയ്യുന്നത്. അതിന്റെ ഈ ക്ലമേഡിയയുടെ സീറോ ടൈപ്സ് എന്ന് പറയുന്നത് ABC ഒക്കെയാണ് ഈ ട്രക്കോമ കോസ് ചെയ്യുന്നത്. അതിൽ D2K എന്നത് ജനൈറ്റൽ ക്ലമീഡിയാസിസും അതിൽ EFGH എന്നൊക്കെ പറയുന്നത് ഇൻക്ലൂഷൻ കൺജങ്ക്റ്റിവൈറ്റിസും JAK എന്നൊക്കെ പറയുന്ന സീറോ ടൈപ്സുകൾ ഇൻഫന്റ് ന്യൂമോണിയയാണ് കോസ് ചെയ്യുന്നത്. ഇപ്പം മറ്റ് ബയോവാറാണ് LGV, ലിംഫോ ഗ്രാനുലോമ വെനേറം.
LGVയുടെ സീറോടൈപ്സ് എന്ന് പറയുന്നത് L1, L2, L2A, L3 ആണ്. ഓൾറെഡി അറിയാം ലിംഫോ ഗ്രാനുലോമ വെനേറോ ആണ് കോസ് ചെയ്യുന്ന ഡിസീസ്. അപ്പോൾ ഇത്രയും ട്രക്കോമാറ്റിസിന്റെ കാര്യം. അതർ ഇപ്പോൾ ജനൈറ്റൽ ഇൻഫെക്ഷൻസ് നമ്മൾ D2K പറഞ്ഞതിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് ജനൈറ്റൽ ക്ലമീഡിയാസിസ് ആണെന്നാണ് ഇനി പറയാനുള്ളത്. ഇത് നിങ്ങൾ എഴുതിയോ? ഒന്നുകൂടെ പറയണമെങ്കിൽ ഒന്നുകൂടെ പറയാം കേട്ടോ. കാരണം ജനൈറ്റൽ ഇൻഫെക്ഷൻസ് കുറച്ച് പറയാനുണ്ട്. നമുക്ക് ഓരോ അസുഖങ്ങളെക്കുറിച്ച് 1-2 പോയിന്റ് പറഞ്ഞിട്ട് പോകണം. എന്ന് വെച്ചാൽ അത് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ഇൻക്ലൂഷൻ ബ്ലെനേറിയ ഇപ്രാവശ്യത്തെ DMEക്കും ഉണ്ടായിരുന്നു. ഇതെഴുതിയോ? ഒന്നുമില്ല, സിമ്പിൾ ആണ്. ക്ലമേഡിയ ട്രക്കോമാറ്റിക്സ് ആണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രക്കോമാറ്റിക്സിന് 2 ബയോവാർസ് ആണ്, ട്രിക്കും LGV. അതിൽ ട്രിക്ക് എന്താണ് ഫുൾ ഫോം? ട്രക്കോമ എന്ന് ഓർക്കുക. ട്രക്കോമ ഇൻക്ലൂഷൻ കൺജന്റിവൈറ്റിസ്. LGV നിങ്ങൾക്ക് ഫെമിലിയർ ആയ വേർഡാണ്, ലിംഫോ ഗ്രാനുലോമ വെനേറം. അപ്പൊ ഈ ട്രക്കോമ കോസ് ചെയ്യുന്ന ഈ ബയോവാർസ് ആണ് ഈ പറഞ്ഞ ഇത് ട്രിക്കും LGV. അതിന്റെ സെറോടൈപ്സുകളാണ് ABC ആണ് ട്രക്കോമ കോസ് ചെയ്യുന്നത്. പിന്നെ അതിന്റെ ജനൈറ്റൽ ക്ലമേഡിയാസിസ് കോസ് ചെയ്യുന്നത് D2K സബ് ടൈപ്സുകളാണ്. അതിൽ EFGH എന്നൊക്കെ പറയുന്നതാണ് ഇൻക്ലൂഷൻ കൺജന്റിവൈറ്റിസ് ഉണ്ടാക്കുന്നത്. LJJK എന്നൊക്കെ പറയുന്നതാണ് ഇൻഫന്റ് ന്യൂമോണിയ കോസ് ചെയ്യുന്നത്. LGVയുടെ സബ് ടൈപ്സുകൾ സെറോടൈപ്സുകളാണ് L1, L2, L2A, L3. ഇതാണ് നമ്മുടെ ലിംഫോ ഗ്രാനുലോമ വെനാറം ഡിസീസ് കോസ് ചെയ്യുന്ന സെറോടൈപ്സുകൾ. എഴുതി കഴിഞ്ഞെങ്കിൽ പറയണേ. ഓക്കെ, ഒന്നുകൂടെ പറയാം. എനിക്ക് തോന്നുന്നു സാന്ദ്ര ലേറ്റായിട്ട് വന്നുകൊണ്ട് കേൾക്കാനായിരിക്കും. ഇപ്പൊ ക്ലമീഡിയ ഓൾറെഡി അതിന്റെ ഇൻട്രഡക്ഷൻ കുറച്ച് നമ്മൾ പറഞ്ഞു, അതിന്റെ ആന്റിജനി സ്ട്രക്ചർ നേച്ചറൊക്കെ. ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ക്ലാസിഫിക്കേഷൻ ക്ലമീഡിയ ട്രക്കോമാറ്റിക്സിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഈ ക്ലമീഡിയ ട്രക്കോമാറ്റിക്സിന് 2 ബയോവാർസ് ഉണ്ട്. അതാണ് നമ്മൾ പറഞ്ഞ ട്രിക്കും LGV. അതിന്റെ സീറോടൈപ്സുകൾ ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞ A, B, C എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ട്രക്കോമ കോസ് ചെയ്യുമെന്നും. D2K എന്ന് പറയുന്നത് ഓരോ സീറോടൈപ്സിൽ എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുമ്പോൾ നിനക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഈ സിറോവാസ് D2Kയുടെ ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു. D2K ഇൻഫെക്ഷൻസ് എന്താണ് ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് ജനൈറ്റൽ ക്ലമീഡിയാസിസ് ആണ്. അപ്പോൾ ജനൈറ്റൽ ക്ലമീഡിയാസിസിൽ ഏതൊക്കെ ഇൻഫെക്ഷൻസ് വരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ഇത് സ്റ്റേറ്റ്മെന്റിലാണ് നിങ്ങളെ കുറച്ച് ബുദ്ധിമുട്ടിക്കുള്ളൂ, ഈ സീറോടൈപ്സും ബയോവാർസും ഒക്കെ. ജനൈറ്റൽ ക്ലമീഡിയാസിസ് ഏതൊക്കെ അസുഖങ്ങൾ എന്നാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഒന്ന് NGU. എന്താണ് NGUന്റെ ഫുൾ ഫോം? PSCക്ക് എപ്പോഴും അവർ ഷോർട്ട് ഇടുകയുള്ളൂ, നമ്മൾ അതിന്റെ ഫുൾ ഫോം പഠിച്ചു വെച്ചോണം. നോൺ ഗോണോകോക്കൽ യൂറിത്രൈറ്റിസ്. നോൺ ഗോണോകോക്കൽ യൂറിത്രൈറ്റിസ്. ഈ നോൺ ഗോണോകോക്കൽ യൂറിത്രൈറ്റിസ് ഉണ്ടാക്കുന്നതിൽ ഒരു പ്രധാന ആൾക്കാർ നമ്മുടെ ക്ലമീഡിയയാണ്. പിന്നെയുള്ളത് പോസ്റ്റ് ഗോണോകോക്കൽ യൂറിത്രൈറ്റിസ്, PGU. പോസ്റ്റ് ഗോണോകോക്കൽ യൂറിത്രൈറ്റിസ്. പിന്നെയുള്ളത് എപ്പിഡിഡിമൈറ്റിസ് ആൻഡ് പ്രൊക്കൈറ്റിസ്. എപ്പിഡിഡിമൈറ്റിസ് ആൻഡ് മെയിൽസിലാണ് പ്രൊക്കൈറ്റിസ്. PROCTITIS ആണ് പ്രൊക്ടൈറ്റിസ്. റിയാക്റ്റീവ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ മറ്റൊരു പേര് റിട്ടേഴ്സ് സിൻഡ്രം. ഇതെല്ലാം G2K സീറോടൈപ്സ് ഉണ്ടാക്കുന്ന ജനൈറ്റൽ ഇൻഫെക്ഷൻസ് ആണ്. ഒന്ന് NGU നോൺ ഗോണോകോക്കൽ യൂറിത്രൈറ്റിസ്, പിന്നെ PGU പോസ്റ്റ് ഗോണോകോക്കൽ യൂറിത്രൈറ്റിസ്, എപ്പിഡിഡിമൈറ്റിസ് ആൻഡ് പ്രൊക്ടൈറ്റിസ്, റിയാക്റ്റീവ് ആർത്രൈറ്റിസ് അഥവാ റിട്ടേഴ്സ് സിൻഡ്രം,
എഴുതിയോ? ഇനി ഫീമെയിൽസ്, മെയിൽസിലാണ് റിയാക്റ്റീവ് ദെൻ എപ്പിഡിഡിമൈറ്റിസ് ആൻഡ് പ്രോക്ടൈറ്റിസ്. ഫീമെയിൽസിൽ PID, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്. ഇത്രയും വരുന്നത് ജനൈറ്റൽ ക്ലമീഡിയാസിസിൽ വരുന്ന ഇൻഫെക്ഷൻസുകളാണ്. എഴുതിയോ? ജനൈറ്റൽ ക്ലമീഡിയാസിസിൽ ഒന്ന് NGO, നോൺ ഗോണോകോക്കൽ യൂറിത്രൈറ്റിസ്. PGO, പോസ്റ്റ് ഗോണോകോക്കൽ യൂറിത്രൈറ്റിസ്. ഏത് സെറോടൈപ്സ് ആണ്? D2K വേരിയൻസ് ഉണ്ടാക്കുന്ന ജനൈറ്റൽ ക്ലമീഡിയാസിസിൽ വരുന്ന ഇൻഫെക്ഷനുകളാണ് NGO, PGU, എപ്പിഡിഡിമൈറ്റിസ് ആൻഡ് പ്രോക്ടൈറ്റിസ്, റിയാക്റ്റീവ് ആർത്രൈറ്റിസ് അഥവാ റിട്ടേഴ്സ് സിൻഡ്രോം, PID, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്. എഴുതിയോ? ഇതിന് തന്നെ വേരിയൻസ് ഉണ്ട്. ഇൻക്ലൂഷൻ കൺജങ്ക്റ്റിവിറ്റിസിൽ ഏതൊക്കെ വരുന്നത് പറയണം. അതാണ് നമുക്ക് പരീക്ഷയ്ക്ക് ലേറ്റസ്റ്റ് വന്നത്. ഇപ്പൊ യൂറിത്രൈറ്റിസിനും സെർവിസൈറ്റിസിനും ഒക്കെ സ്പെസിമെൻ ഏതായിരിക്കും എടുക്കുന്നത്? ഒന്ന് കൂടെ തന്നെ അതും പറഞ്ഞേക്കാം. സ്പെസിമെൻ ഏതായിരിക്കും കളക്ട് ചെയ്യുന്നത്? NGO ഒക്കെ ആണെങ്കിൽ മേ ബി യൂറിത്രൽ സ്വാബ് എടുക്കാം, അല്ലെങ്കിൽ എൻഡോ സെർവിക്കൽ സ്വാബ് എടുക്കാം. പിന്നെ ഫസ്റ്റ് ക്യാച്ച് യൂറിൻ ഇൻ ദ മോർണിംഗ്, ഇപ്പൊ എല്ലാത്തിനും ഈ പറഞ്ഞ ക്ലമീഡിയക്കൊക്കെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് NAT ആണ് കേട്ടോ, ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റ്. NAT ആണ് കോമൺ ആയിട്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് എൻസൈം ഇമ്മ്യൂണാസേ ചെയ്യാം, EIA, അല്ലെങ്കിൽ EIയുടെ ഫുൾ ഫോം എന്താണ്? എൻസൈം ഇമ്മ്യൂണോ എസ്സേ, അല്ലെങ്കിൽ DIF ചെയ്യാം. എന്താണ് DIF? ഡയറക്റ്റ് ഇമ്മ്യൂണോ ഫ്ലൂറസെൻസ് ടെസ്റ്റ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. ക്ലമീഡിയ ട്രെക്കോമാറ്റിസിന് നമ്മൾ 2 ബയോബാർസ് ആണുള്ളത്, ട്രിക്കും LGVയും. അതിൽ D2K വേരിയൻസ് ജനൈറ്റൽ ക്ലമീഡിയാസിസ് ഉണ്ടാക്കുന്നതുണ്ട്, ന്യൂമോണിയ ഉണ്ടാക്കുന്നതുണ്ട്, ദെൻ ഇൻക്ലൂഷൻ കൺജങ്ക്റ്റിവിറ്റിസ് ഉണ്ടാക്കുന്നതുണ്ട്. ഇപ്പോൾ ജനൈറ്റൽ ക്ലമീഡിയാസിസ് ആണെങ്കിൽ അതിൽ നോൺ ഗോണോകോക്കൽ യൂറിത്രൈറ്റിസ് NGV, PGU, പോസ്റ്റ് ഗോണോകോക്കൽ യൂറിത്രൈറ്റിസ്, എപ്പിഡിഡിമൈറ്റിസ് ആൻഡ് പ്രോക്ടൈറ്റിസ്, റിയാക്റ്റീവ് ആർത്രൈറ്റിസ് അഥവാ റിട്ടർ സിൻഡ്രോം, PID, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്. അപ്പോൾ ഈ പറഞ്ഞ അസുഖങ്ങളൊക്കെ കോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ സാധാരണ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ NGO ആയിക്കോട്ടെ, ഈ പിന്നെ PID ആയിക്കോട്ടെ, ഇതിനൊക്കെ നമ്മൾ സ്വാബ് എടുക്കാറുണ്ട്. യൂറിത്രൽ സ്വാബ് അല്ലെങ്കിൽ എൻഡോ സെർവിക്കൽ സ്വാബ് എടുക്കും. പിന്നെങ്കിൽ ഫസ്റ്റ് ക്യാച്ച് മോർണിംഗ് യൂറിൻ എടുക്കും. എന്നിട്ട് ടെസ്റ്റ് നമ്മൾ കൂടുതലും NAT ആണ് പ്രിഫർ ചെയ്യുന്നത്, ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റ്, അല്ലെങ്കിൽ EIA ചെയ്യാം. ഈ ഡയറക്റ്റ് ടെസ്റ്റുകളിൽ നമുക്ക് എൻസൈം ഇമ്മ്യൂണാസേയും ഡയറക്റ്റ് ഇമ്മ്യൂണോ ഫ്ലൂറസെൻസ് ടെസ്റ്റുമാണ് നമ്മൾ ചെയ്യുന്നത്. DIF എന്നും EIA എന്നൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുള്ളൂ. അപ്പം നിങ്ങൾ അതിൻ്റെ ഫുൾ ഫോം സൈഡിൽ എഴുതി വെക്കണം. എൻസൈം ഇമ്മ്യൂണാസേ, ഡയറക്റ്റ് ഇമ്മ്യൂണോ ഫ്ലൂറസെൻസ് ടെസ്റ്റ്. എഴുതി കഴിയുമ്പോൾ പറയണേ. ഓക്കെ, ഇനി പറയാനുള്ളത് നമ്മളിപ്പം എല്ലാ ജനൈറ്റൽ ഇൻഫെക്ഷൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിനി ഇൻക്ലൂഷൻ കൺജങ്ക്റ്റിവിറ്റിസിനെ കുറിച്ച് പറയണം. നമ്മുടെ ഐയുമായിട്ട് റിലേറ്റ് ചെയ്ത ഇൻഫെക്ഷൻസിനെ കുറിച്ച് പറയാം, അല്ലെങ്കിൽ ഓക്കുലാർ ഇൻഫെക്ഷൻസ് എന്ന് പറയാം.
ഇതിനെല്ലാം ടെസ്റ്റ് നാറ്റും ഈ പറഞ്ഞ പോലെ EIയും DFും തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോണത് ഇൻക്ലൂഷൻ കൺജങ്ക്റ്റിവിറ്റീസിനെ കുറിച്ചാണ്. ഇൻക്ലൂഷൻ കൺജങ്ക്റ്റിവൈറ്റിസ്. ഇൻക്ലൂഷൻ കൺജങ്ക്റ്റിവൈറ്റിസിൽ നേരത്തെ പറഞ്ഞ പോലെ D2K വേരിയൻസ് തന്നെയാണ് ഇതിനകത്തും. അതിൻ്റെ സബ് ടൈപ്സുകൾ ആണ് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്നത്. അതിനകത്ത് ഫസ്റ്റ് ഡിസീസ് എന്ന് പറയുന്നത് ഒഫ്താൽമിയ നിയോനെറ്റോറം, OPHTH, ഒഫ്താൽമിയ നിയോനെറ്റോറം. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണേ. അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരെന്താ, ഓർ ഇൻക്ലൂഷൻ ബ്ലനേറിയ. അപ്പം ആരാ ഇത് ക്ലോസ് ചെയ്യുന്നത്? ക്ലമേഡിയ ട്രെക്കോമാറ്റിസ്. ഇൻക്ലൂഷൻ ബ്ലനേറിയ, BLNORRHEA, ഇൻക്ലൂഷൻ ബ്ലനേറിയ. അപ്പം ഇത് ആരിലാണ് ഈ ഇൻഫെക്ഷൻ കാണുന്നത്? ഒക്കേഴ്സ് ഇൻ ന്യൂബോൺസിലാണ് ഇത് കാണുന്നത്. ഇനി ഈ പറഞ്ഞ പോലെ ഒഫ്താൽമിയ നിയോനെറ്റോറം നമ്മൾ ഓൾറെഡി പറഞ്ഞു, ക്ലമീഡിയ ട്രെക്കോമാറ്റിസ് ആണ് കോമൺ ആയിട്ട് ഉണ്ടാക്കുന്നത്. പക്ഷെ മറ്റൊരു ബാക്ടീരിയ കൂടി ഇത് ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ പേരെന്താണ്? ഗോണോകോക്കസ്. ഗോണോകോക്കസിനേക്കാളിലും കൂടുതൽ ഈ അസുഖം ഉണ്ടാക്കുന്നത് നമ്മുടെ ഗോണോകോക്കസിനേക്കാളും കൂടുതൽ ഇത് ഉണ്ടാക്കുന്നവരാണ് ക്ലമീഡിയ ആണ് കേട്ടോ. അപ്പൊ ഗോണോകോക്കസ് ഉണ്ടാക്കുന്നത് നിങ്ങൾ ഓർത്തോണം. ന്യൂനേറ്റ്സിലാണ് കൂടുതൽ ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു അഡൾട്ട് ഇൻക്ലൂഷൻ കൺജങ്ക്റ്റിവിറ്റി, ഇത് ന്യൂബോൺസിന്റെ കാര്യമാണ് പറഞ്ഞത്. അഡൾട്ടിൽ ഇൻക്ലൂഷൻ കൺജങ്ക്റ്റിവിറ്റീസ് ഉണ്ടാക്കുന്നുണ്ട്. അതിന് നമ്മൾ പറയുന്ന പേര് അഡൾട്ട് ഇൻക്ലൂഷൻ. ക്ലമീഡിയ തന്നെയാണ് കോസ് ചെയ്യുന്നത്. ഇൻക്ലൂഷൻ കൺജങ്ക്റ്റിവിറ്റീസ് ഉണ്ട്. അതിനെ നമ്മൾ പറയുന്ന പേരെന്ന് പറയുന്നത് സ്വിമ്മിംഗ് പൂൾ കൺജങ്ക്റ്റിവിറ്റീസ് എന്നാണ്. സ്വിമ്മിംഗ് പൂൾ കൺജങ്ക്റ്റിവിറ്റീസ്. സ്വിമ്മിംഗ് പൂളിൽ നിന്ന് അഡൽട്സിന് കിട്ടുന്ന ടൈപ്പ് ഓഫ് ക്ലമേഡിയയുടെ തന്നെ ഇൻഫെക്ഷൻസ് ആണ് ഇൻക്ലൂഷൻ കൺജങ്ക്റ്റിവിറ്റീസ്. അതിനെ സ്വിമ്മിംഗ് പൂൾ കൺജങ്ക്റ്റിവിറ്റീസ് എന്നാണ് പറയുന്നത്. എഴുതി കഴിയുമ്പോൾ പറയണേ. പിന്നെ നമ്മൾ ഇതിന്റെ ട്രിക്കിന്റെ കാര്യം പറഞ്ഞപ്പം ഈ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതായിരുന്നു LGVയുടെ ടെസ്റ്റിന്റെ കാര്യം. ഇപ്പോഴും ഞാനൊന്ന് ഓർമ്മിപ്പിക്കുന്നേ ഉള്ളൂ. LGVയുടെ സ്പെസിഫിക് ടെസ്റ്റ് പറയുന്ന പേര് ഫ്രീസ് ടെസ്റ്റ് എന്നാണ് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഫ്രീസ് ടെസ്റ്റ്, FREI, ഫ്രീ ടെസ്റ്റ്. കഴിയുമ്പോൾ പറയണേ. നമ്മുടെ ക്ലമേഡിയ ട്രെക്കോമാറ്റിസ് കഴിഞ്ഞു. ഇനി നമുക്ക് ക്ലമൈഡോഫില സിറ്റാക്കി പറയണം. അത് രണ്ടെണ്ണം ചെറുതാണ്. ക്ലമൈഡോഫില സിറ്റാക്കി, ക്ലമൈഡോഫില ന്യൂമോണിയ. ഇത് കഴിഞ്ഞോ? ഓക്കെ. ഈ പറഞ്ഞ ഇൻക്ലൂഷൻ ബ്ലനേറിയ, ഒഫ്താൽമിയ നിയോനെറ്റോറം, സ്വിമ്മിംഗ് പൂൾ കൺജങ്ക്റ്റിവൈറ്റിസ്, ലിംഫോഗ്രാനുലോമ വെനേറം, ലിംഫോഗ്രാനുലോമ വെനേറം. ഇനി നമുക്ക് പറയാനുള്ളത് ക്ലമൈഡോഫില. ക്ലമൈഡോഫില PHI ആണ്. ക്ലമൈഡോഫില സിറ്റാക്കി, STSITTA
ക്ലമൈഡിയ സിറ്റാക്കി അല്ല, ക്ലമൈഡോഫില സിറ്റാക്കി എന്ന് പറയുന്നത് കേട്ടോ. PSITTACI. പാരറ്റ്സിലും മറ്റു ബേർഡ്സിലുമാണ് സിറ്റക്കോസിസ് ആണ് കോസ് ചെയ്യുന്ന ഡിസീസ്. ഡിസീസിന്റെ പേരെന്താണ്? സിറ്റക്കോസിസ്. PSITTA സിറ്റക്കോസിസ്. ആരിലാണ് അസുഖം ഉണ്ടാക്കുന്നത്? ബേർഡ്സിലാണ്. ബേർഡ്സ് മീൻസ് പാരറ്റ്സിലൊക്കെയാണ് അസുഖം ഉണ്ടാക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് എങ്ങനെയാണ് അസുഖം കിട്ടുന്നത്? ഹ്യൂമൻസിന് അസുഖം കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. അത് നോട്ട് ചെയ്യണം. ഇപ്പോഴത്തെ ഒരു റീസെൻറ്റ് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ എല്ലാ അസുഖത്തിനെയും മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ചോദിക്കും കേട്ടോ. എങ്ങനെയാണ് മറ്റു അസുഖം സ്പ്രെഡ് ചെയ്യുന്നതെന്ന്. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് എയറോസോൾസ് ആണ്. എയറോസോൾസ് വഴിയുണ്ട്. ദെൻ ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് ഇൻഫെക്റ്റഡ് ബേർഡ്സ്. ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് ഇൻഫെക്റ്റഡ് ബേർഡ്സ്. നോ പേഴ്സൺ ടു പേഴ്സൺ ട്രാൻസ്മിഷൻ. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരില്ല. നോ പേഴ്സൺ ടു പേഴ്സൺ ട്രാൻസ്മിഷൻ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എയറോസോൾ വഴി മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. ദെൻ എയറോസോൾ വഴി എന്ന് പറയുമ്പോഴത്തേക്കും എങ്ങനെയാണ്? അപ്പം ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഇതിൻ്റെ നേസൽ ഡിസ്ചാർജിൽ നിന്നൊക്കെ, ബേർഡ്സിൻ്റെ ഒക്കെയുള്ള നേസൽ ഡിസ്ചാർജിൽ നിന്നൊക്കെ നമുക്ക് അത് ആ എയറോസോൾ നമ്മൾ ഇൻഹെയിൽ ചെയ്യുമ്പോൾ നമുക്ക് വരാം. അതുപോലെ തന്നെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പാരറ്റിനെയൊക്കെ നമ്മൾ ടച്ച് ചെയ്ത് കഴിയുമ്പം നമുക്ക് പെറ്റ്സിൽ നിന്നൊക്കെ നമുക്ക് പെറ്റ്സ് ബേർഡിൽ നിന്ന് ഡയറക്റ്റ് കോണ്ടാക്ട് ഒരു പേഴ്സണ് കിട്ടും. പക്ഷെ ഒരു പേഴ്സണിൽ നിന്ന് മറ്റൊരു പേഴ്സണിലേക്ക് ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യത്തില്ല. എഴുതിയോ? എഴുതിയോ? ഇനി ഇതിൻ്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് എന്ന് പറയുമ്പം ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് എന്തൊക്കെയാണ് സിറ്റക്കോസിസിൻ്റെ? ഒന്ന്, റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് തന്നെയാണ് മോസ്റ്റ് കോമൺ മാനിഫെസ്റ്റേഷൻസ്. ഇൻഫ്ലുവൻസ ലൈക്ക് റെസ്പിറേറ്ററി സിംറ്റംസ്, റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്, റെസ്പിറേറ്ററി മാനിഫെസ്റ്റേഷൻസ്. അതിൽ നമുക്ക് കോമൺ ആയിട്ട് വരുന്നത് ഇൻഫ്ലുവൻസ ലൈക്ക് സിംറ്റംസ് വരാം. ഇൻഫ്ലുവൻസ ലൈക്ക് സിംറ്റംസ് വരാം. പിന്നെ ഒരു പ്രശ്നം വെച്ചാൽ ടൈഫോയിഡ് ഫീവർ ഉണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഒരു റാഷസ് ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്നത് ഹാർഡേഴ്സ് സ്പോട്ട് എന്നാണ്. ഹാർഡേഴ്സ് അല്ല, ഹോർഡേഴ്സ്. HORDERS, ഹോർഡേഴ്സ് സ്പോട്ട്സ്. അത് റാഷസ് കാണിക്കും. ടൈഫോയിഡ് ഫീവറിന് വരുന്ന പോലത്തെ തന്നെ റാഷസുകൾ കാണിക്കും. അതിനെ നമ്മൾ റോസ് സ്പോട്ട്സ് ഓഫ് ദ ടൈഫോയിഡ് ഫീവറിന് ഉണ്ടാകുന്ന സ്കിന്നിലുണ്ടാകുന്ന റോസ് സ്പോട്ട്സ് പോലെയുള്ള സ്പോട്ടുകൾ സ്കിന്നിൽ കാണിക്കും. ഏതിന്? നമ്മുടെ ഈ പറഞ്ഞ പോലെ മൈഡോഫില സിറ്റക്കോസിസ് ഉണ്ടാക്കും ഡിസീസിന്. ആ സ്പോട്ടിന് പറയുന്ന പേരാണ് ഹോർഡേഴ്സ് സ്പോട്ട്സ്. SPOTS ആണ് ഹോർഡേഴ്സ് സ്പോട്ട്സ്. ഇപ്പോൾ ഹോർഡേഴ്സ് സ്പോട്ട്സ് എന്തിനാണെന്ന് വെച്ചാൽ സിറ്റക്കോസിസ് ആണെന്ന് ഓർത്തോണം. അപ്പോൾ ഹോർഡേഴ്സ് സ്പോട്ട്സിന് അടിയിൽ ഒരു 2 വര ഇട്ട് വെച്ചോണം കേട്ടോ. മറ്റേതെല്ലാം കോമൺ സിംറ്റംസ് തന്നെയാണ്. എന്താണ്? റെസ്പിറേറ്ററി സിംറ്റംസ് ലൈക്ക് ഇൻഫ്ലുവൻസ, ഫീവർ, ത്രോട്ട് ഇൻഫെക്ഷൻസ്, അങ്ങനെയെല്ലാം വരാം. അതിൻ്റെ കൂട്ടത്തിൽ ഈ പറഞ്ഞ പോലെ റാഷസ് ഉണ്ടാവും. ടൈഫോയിഡിന് വരുന്ന പോലെ തന്നെ റാഷസ് ഉണ്ട്. അതിനെ വിളിക്കുന്ന പേര് ഹോർഡേഴ്സ് സ്പോട്ട്സ് എന്നാണ്. സിറ്റക്കോസിസ് ഒക്കെ റയർ ഇൻഫെക്ഷൻസ് ആണ്. സിറ്റക്കോസിസ് നമ്മൾ എടുക്കുന്ന സ്പെസിമെൻ എന്ന് പറഞ്ഞാൽ സിറം ആണ് എടുക്കുന്നത്. ആൻറ്റിബോഡി ഡിറ്റക്ഷൻ ചെയ്യും, കോംപ്ലിമെന്റ് ഫിക്സേഷൻ ടെസ്റ്റ് ഒക്കെ ചെയ്യും, മൈക്രോ ഇമ്മ്യൂണോ ഫ്ലോറസൻസും ചെയ്യും. അത് വേണേൽ സൈഡിൽ എഴുതി വെച്ചോ. സ്പെസിമെൻ സിറം ആണ്. ടെസ്റ്റുകൾ ആൻറ്റിബോഡി ഡിറ്റക്ഷൻ ടെസ്റ്റിൻ്റെ പേര് MIF, MIF-ഉം CFT. എന്താണ് CFT? ഫുൾ ഫോം എഴുതിക്കേ. കോംപ്ലിമെന്റ് ഫിക്സേഷൻ ടെസ്റ്റ്. എന്താണ് MIF? മൈക്രോ ഇമ്മ്യൂണോ ഫ്ലൂറസെൻസ്. മൈക്രോ ഇമ്മ്യൂണോ ഫ്ലൂറസെൻസ്.
ഇതെന്താണ്? നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. കോംപ്ലിമെന്റ് ഫിക്സേഷൻ ടെസ്റ്റ്. അപ്പോൾ എന്താ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സിറ്റക്കോസിസിനെ കുറിച്ചാണ്. ക്ലമൈഡോഫില സിറ്റാക്കിയാണ് ഇത് കോസ് ചെയ്യുന്നത്. അതിൻ്റെ ബേർഡ്സുകൾ, ഇപ്പം പൗൾട്രി എന്നുള്ള ബേർഡ്സുകൾ, ഡക്ക്, ടർക്കി, അങ്ങനത്തെ പെറ്റ് ആയിട്ടുള്ള പാരറ്റ്, ഇങ്ങനെയൊക്കെയുള്ളതാണ് കോമൺ റിസർവേഴ്സ്. അപ്പോൾ എന്തായാലും ഓർത്താൽ മതി, സിറ്റക്കോസിസ് റിലേറ്റ്സ് ടു പാരറ്റ് അല്ലെങ്കിൽ ബേർഡ്സ് എന്ന് ഓർക്കുക. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ എയ്റോസോളിൽ നിന്ന് വരാം. അതിൻ്റെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ബേർഡ്സിൻ്റെ നേസൽ ഡിസ്ചാർജിൽ നിന്നൊക്കെ നമുക്ക് ഇൻഫെക്ഷൻ വരാം. അതുപോലെ ഡയറക്റ്റ് കോൺടാക്റ്റിൽ നിന്ന് വരാം. ഒരിക്കലും പേഴ്സൺ ടു പേഴ്സൺ ഈ സിറ്റക്കോസിസ് ട്രാൻസ്മിറ്റ് ചെയ്യത്തില്ല. പിന്നെ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ആണ് കൂടുതൽ ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ ലൈക്ക് സിംറ്റംസ്, ഫീവർ. അതിൻ്റെ ഒരു സ്പെസിഫിക് നേച്ചർ എന്ന് പറഞ്ഞാൽ ഹോട്ട് സ്പോട്ട്സ് ആണ്. പിന്നെ ഉള്ളത് അതിൻ്റെ സ്പെസിമെൻ എപ്പോഴും സെറോ ആണ്. ആൻറ്റിബോഡിയാണ് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന 2 ടെസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുന്ന ടെസ്റ്റ് കോംപ്ലിമെന്റ് ഫിക്സേഷൻ ടെസ്റ്റും മൈക്രോ ഇമ്മ്യൂണോ ഫ്ലൂറസെൻസും ആണ്. എഴുതി കഴിയുമ്പോൾ പറയണേ. ഓക്കെ, അടുത്തത് ക്ലമൈഡോഫില ന്യൂമോണിയ. നെക്സ്റ്റ് ക്ലമൈഡോഫില സിറ്റാക്കി കഴിഞ്ഞാൽ ഇതോടെ ഉള്ളൂ. അതിൻ്റെ കഴിഞ്ഞാൽ നമുക്ക് ലാബ് ഡയഗ്നോസിസിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് 2-3 അതിൻ്റെ ക്വസ്റ്റ്യൻസ് കൂടെ ഡിസ്കസ് ചെയ്യാം. സ്റ്റെയിനുകളെ കുറിച്ചൊക്കെ ഒന്ന് പറയണം. അടുത്തത് ക്ലമൈഡോഫില ന്യൂമോണിയ. ക്ലമൈഡോഫില ന്യൂമോണിയ. ഇത് ഇൻഹലേഷൻ വഴിയാണ്, പേഴ്സൺ ടു പേഴ്സൺ ട്രാൻസ്മിഷൻ ആണ്. ഇൻഹലേഷൻ ആണ് അതിൻ്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. പേഴ്സൺ ടു പേഴ്സൺ ട്രാൻസ്മിഷൻ ആയിട്ട് ഹ്യൂമൻ പതോജൻ തന്നെയാണ്. പേഴ്സൺ ടു പേഴ്സൺ ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യും. ഈ ട്രാൻസ്മിഷൻ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ആനിമൽ ഹസ്ബൻഡറിയുടെ ഇന്റർവ്യൂവിന് പോയ സമയത്ത് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആനയ്ക്ക് TB വരുമെന്ന് ആദ്യത്തെ ചോദ്യം. അപ്പോൾ ഞാനിങ്ങനെ ഒരു നിമിഷം സ്റ്റക്കായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ആനയ്ക്ക് TB വന്ന പാപ്പാന് TB ഉണ്ടെങ്കിൽ ആനയ്ക്ക് കിട്ടുമോ, ആനയ്ക്ക് TB വന്നാൽ അത് പാപ്പാന് വരുമോ എന്നൊക്കെയാണ് എന്നോട് ചോദിച്ചത്. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താ? ആനയ്ക്ക് TB വരുമോ? പാപ്പാനിൽ നിന്ന് ആനയ്ക്ക് TB കിട്ടുമോ? തിരിച്ചു വരുമോ? ഞാൻ ഇത് എഴുതുമ്പോഴത്തേക്ക് നിങ്ങൾ അതിൻ്റെ ആൻസർ ചാറ്റ് ബോക്സിൽ പറയണേ. മനുവിനും സാന്ദ്രയ്ക്കും ആതിരയ്ക്കും അഭിപ്രായമൊന്നും ഇല്ലേ? TB വരുമോ ആനയ്ക്ക്? നിങ്ങൾ ആലോചിക്കുവാണോ? വരും. ഞാൻ പിന്നെ ആദ്യത്തെ ക്വസ്റ്റ്യൻ അറിയാത്തതുകൊണ്ട് പിന്നെ മറ്റേതൊന്നും ആൻസർ പറഞ്ഞില്ല. അപ്പം അത് മറ്റേ വെറ്റിനറി ഡോക്ടറായിരുന്നു. ആനയ്ക്ക് TB വരും, പാപ്പാനിൽ നിന്ന് ആനയ്ക്കും TB വരാം, ആനയിൽ നിന്ന് പാപ്പാനും TB വരാം. അപ്പം അതുപോലെ തന്നെ ഇത് ഈ മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് നമ്മൾ കോമൺ എയറോസോൾ ട്രാൻസ്മിഷൻ അല്ലേ.
അത് അങ്ങോട്ടും ഇങ്ങോട്ടും അസുഖം ട്രാൻസ്മിറ്റ് ചെയ്യാം. അതുകൊണ്ട് ഈ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ക്ലമൈഡോഫില ന്യൂമോണിയ എന്ന് പറയുന്നത് ഇൻഹലേഷൻ വഴിയാണ് നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നത്. പേഴ്സൺ ടു പേഴ്സൺ ട്രാൻസ്മിഷൻ ഉണ്ട്. ഇത് എന്തൊക്കെയാണ്? ഈ പേര് പോലെ തന്നെയാണ്, ന്യൂമോണിയ ലൈക്ക് ഡിസീസുകളാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. എറ്റിപ്പിക്കൽ ന്യൂമോണിയ, അത്രോസ്ക്ലീറോസിസ്, ആസ്മ, സിഒപിഡി. സിഒപിഡി എന്താണ്? ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. ഈ പറഞ്ഞ ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെയാണ് കോസ് ചെയ്യുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത്, ഇത് എഴുതിയോ? നമുക്കെല്ലാം ലാബ് ഡയഗ്നോസിസ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മൊത്തം ക്ലമീഡിയയുടെ ലാബ് ഡയഗ്നോസിസിനകത്തുള്ള സ്റ്റെയിനുകൾ, കൾച്ചർ മീഡിയാസ് ഏതൊക്കെ എടുക്കാം, സെൽ കൾച്ചർ മീഡിയാസ് ഏതൊക്കെ എടുക്കാം. ഓർഡിനറി മീഡിയത്തിൽ ഇതിനെ ഒന്നും വളർത്താൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഏതൊക്കെ സെൽ ലൈൻസ് ആണ് എടുക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. ഇത് എഴുതിയോ? ഓൾറെഡി നമ്മൾ പറഞ്ഞതൊക്കെ തന്നെയാണ്, ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് മെൻഷൻ ചെയ്ത് പോകുന്നേ ഉള്ളൂ. ലാബ് ഡയഗ്നോസിസ് ഓഫ് ക്ലമൈഡിയ എന്ന് ഹെഡിങ് കൊടുത്തോ. ലാബ് ഡയഗ്നോസിസ് ഓൾറെഡി നമ്മളിപ്പോൾ കുറേ സ്പെസിമെൻ്റെ കാര്യം പറഞ്ഞു, സ്വാബിൻ്റെ കാര്യം പറഞ്ഞു. ഓരോ ഡിപ്പെൻസ് അപ്പോൾ എവിടെ നിന്നാണോ നമുക്ക് ഏത് ഇൻഫെക്ഷൻസ് ആണോ വരുന്നത് അതിനെ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് സ്വാബ് എടുക്കാം, ആസ്പിറേറ്റ്സ് എടുക്കാം, ദെൻ എന്താണ് യൂറിൻ എടുക്കാം, യൂറിത്ര സ്വാബ് എടുക്കാം, എൻഡോസെർവിക്കൽ സ്വാബ് എടുക്കാം. അപ്പം ഏതാണോ ഇൻഫെക്ഷൻസ് അതിനെ റിലേറ്റ് ചെയ്ത് നമുക്ക് അതിനനുസരിച്ചായിട്ടുള്ള സാമ്പിളുകൾ കളക്ട് ചെയ്യാം. ഈ മൈക്രോസ്കോപ്പിയിൽ ആദ്യം നമ്മൾ എന്തായിരിക്കും ചെയ്യാൻ പോണത്? ഗ്രാം സ്റ്റെയിൻ ചെയ്യും. ഇൻട്രഡക്ഷനിൽ പറഞ്ഞതാണ് ഇതേതാണ് ക്ലമീഡിയ, ഗ്രാം നെഗറ്റീവ് ആണ്. പക്ഷേ ഗ്രാം സ്റ്റെയിൻ പ്യുവർലി ഗ്രാം സ്റ്റെയിൻ ആണ്, അത്ര ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടത്തില്ല. ഗ്രാം നെഗറ്റീവ് ആണ്. ഇനി നമുക്ക് പ്രിസംറ്റീവ് ഡയഗ്നോസിസിൽ നമ്മൾ റൊട്ടീൻ ഗ്രാം സ്റ്റെയിൻ ചെയ്യുമ്പോഴത്തേക്കും ഇത് നമ്മുടെ ഗോണോകോക്കസുമായിട്ട് വളരെയധികം സാമ്യമായിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഗോണോകോക്കസ് എൻജിഒ ആണല്ലോ അതിൻ്റെ ഇൻഫെക്ഷൻസ് കോസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കോസ് ചെയ്യുന്നതിൽ ഗോണോകോക്കസ് ആണോ ഈ പറഞ്ഞ നമ്മുടെ ക്ലമീഡിയ ആണോ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ വരും. അപ്പോൾ അത് ഇൻഫെക്ഷൻസിനനുസരിച്ച് ഇപ്പം ക്ലമീഡിയ കോസ് ചെയ്യുന്ന ഇൻഫെക്ഷൻസ് ആണെങ്കിൽ ഒരു പെർ ഫീൽഡിൽ 4 ന്യൂട്രോഫിൽസിൽ കൂടുതൽ കാണും. എൻജിഒ ആണെങ്കിൽ ക്ലമീഡിയ കോസ് ചെയ്യുന്ന നോൺ ഗോണോകോക്കൽ യൂറിത്രൈറ്റിസ് ആണെങ്കിൽ പെർ ഫീൽഡിൽ എത്ര ന്യൂട്രോഫിൽ വെച്ച് കാണും? 4 ന്യൂട്രോഫിൽ വെച്ചിട്ട് കാണും. പെർ ഓയിൽ എമിഷൻ ഫീൽഡിൽ. ഇനി സെർവിസൈറ്റിസ് ആണ് ഇൻഫെക്ഷൻ എങ്കിൽ ഏകദേശം 20 ന്യൂട്രോഫിൽസ് പെർ ഓയിൽ എമിഷൻ ഫീൽഡിൽ കാണും. 20 ന്യൂട്രോഫിൽസ് പെർ ഫീൽഡ് കാണും. ഇനി പ്രൊക്ടൈറ്റിസ് ആണ് ഇൻഫെക്ഷൻ എങ്കിൽ ഏകദേശം 1 ന്യൂട്രോഫിൽസ് പെർ ഫീൽഡ്. അപ്പം ഏറ്റവും കൂടുതൽ സർവീസൈറ്റിസ് ആണ്. സർവീസൈറ്റിസ് ആണെങ്കിൽ 20 ന്യൂട്രോഫിൽ വെച്ചിട്ട് ഓരോ ഫീൽഡിൽ നോക്കുമ്പോഴും കാണാൻ പറ്റും. നോൺ ഗോണോകോക്കൽ യൂറിത്രൈറ്റിസ് ആണെങ്കിൽ ഓരോ ഫീൽഡിൽ നമ്മളൊരു 4 ന്യൂട്രോഫിൽസിനെ വെച്ച് നമുക്ക് കാണാൻ പറ്റും. പ്രൊക്ടൈറ്റിസ് ആണെങ്കിൽ ഏകദേശം അപ്രോക്സിമേറ്റ്ലി 1 ന്യൂട്രോഫിൽ വെച്ച് എല്ലാ ഫീൽഡിലും നമുക്ക് കാണാൻ പറ്റും. ഇനി ഈ ഗ്രാം സ്റ്റെയിൻ പ്യുവർലി ഗ്രാം സ്റ്റെയിൻ ആണ് നമ്മൾ പറഞ്ഞു. മറ്റേതൊക്കെ സ്റ്റെയിനുകൾ നമുക്ക് യൂസ് ചെയ്യാന്ന് വെച്ചാൽ അതർ സ്റ്റെയിൻസ് വന്ന് കൊടുക്കുക. ക്ലമീഡിയനെ കണ്ടുപിടിക്കാൻ പറ്റുന്ന സ്റ്റെയിൻസുകൾ. ഒന്ന് കസ്റ്റനിഡ, ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. മച്ചിയാവല്ലോ, അല്ലെങ്കിൽ മറ്റൊരു പേര് ജിമിനിസ്. എന്നാണ് ഇത്? GIMENEZ ആണ് ജിമിനിസ് സ്റ്റെയിൻസ്. ഇത് രണ്ടും എന്താണ് ബെറ്റർ സ്റ്റെയിൻസുകളാണ്. കസ്റ്റനിഡ, മച്ചിയാവല്ലോ ഓർ ജിമിനിസ് ഇസ് ദ ബെറ്റർ സ്റ്റെയിൻസ് ഫോർ ക്ലമീഡിയ. ബെറ്റർ സ്റ്റെയിൻസ് ആണ്. ഈ സ്റ്റെയിൻ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ സൈറ്റോപ്ലാസത്തിൽ നിന്ന് ഇൻക്ലൂഷൻ ബോഡീസിനെയും കൂടി ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഇൻക്ലൂഷൻ ബോഡീസ്
inclusion bodies can be detected in the cytoplasm. ഒന്ന് ലാബ് ഡയഗ്നോസിസ് നമ്മൾ ആദ്യം എന്താ പറഞ്ഞത്, മൈക്രോസ്കോപ്പി ഗ്രാം സ്റ്റെയിൻ ആണ്. അത് ഗ്രാം സ്റ്റെയിൻ ചെയ്യുമ്പോൾ പ്യുവർലി ഗ്രാം നെഗറ്റീവ് ആണ്, നമുക്ക് നന്നായിട്ട് ബെറ്റർ സ്റ്റെയിൻ അല്ല. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്കതിനെ ഒരു പ്രിസംറ്റീവ് ഡയഗ്നോസിസ് ഇത് കൺഫർമേഷൻ അല്ല, നമ്മൾ ന്യൂട്രോഫിലിൻ്റെ ബേസിസിൽ ഓരോ ഡിസീസ് ഏതാണെന്ന് ക്ലമീഡിയയുടെ നമുക്കൊരു പ്രിസംറ്റീവ് ഡയഗ്നോസിസ് ചെയ്യാൻ പറ്റും. കാരണം ഇനി അതിനെ കൺഫേം ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. ഇപ്പോൾ NGO ആണെങ്കിൽ നമുക്ക് ഓരോ പീരീഡിൽ 4 ന്യൂട്രോഫിൽസ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഏകദേശം ഇത് നോൺ കോണോക്കൽ യൂട്രൈറ്റിസ് ആണ്. സെർവിസൈറ്റിസ് ആണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഒരു 20 ന്യൂട്രോഫിൽസ് വെച്ച് ഓരോ ഫീഡിലും കാണുവാണെങ്കിൽ നമ്മൾ പറയാം ഇത് സെർവിസൈറ്റിസ് ആണ്. പ്രൊക്ടൈറ്റിസ് ആണെങ്കിൽ എല്ലാ ഫീഡിലും ഓരോ ന്യൂട്രോഫിലെങ്കിലും കാണും. ഇനി മറ്റ് സ്റ്റെയിൻസിൽ ബെറ്റർ സ്റ്റെയിൻ ആയിട്ട് പറയാൻ പറ്റുന്നത് കസ്റ്റനിഡായും ചിയാവെല്ലോ അല്ലെങ്കിൽ ജിമിനി സ്റ്റെയിനുമാണ്. ഇതിൽ ഈ സ്റ്റെയിൻ ചെയ്യുമ്പോൾ നമുക്ക് അതിന് ഇംഗ്ലീഷൻ ബോഡീസിനെയും കൂടി സൈറ്റോപ്ലാസത്തിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്ത എഴുതട്ടെ. ഓക്കെ, നമ്മൾ ഇംഗ്ലീഷൻ ബോഡീസിനെ പറഞ്ഞു. ഇംഗ്ലീഷൻ ബോഡീസിനെ നമുക്ക് കമ്മിറ്റിയ ട്രക്കോമാറ്റിക്സിന്റെ ഇംഗ്ലീഷൻ ബോഡീസിനെ നമുക്ക് ലൂഗോൾ സൈഡിൽ വെച്ചിട്ട് എങ്ങനെ ഇംഗ്ലീഷൻ ബോഡീസിനെ ചേഞ്ച് ചെയ്യാന്നാണ് പറയുന്നത്. ലൂഗോൾ സൈഡിന്റെ കാര്യം പറയുമ്പം ക്ലമീഡിയ ട്രക്കോമാറ്റിക്സിനെ നമുക്ക് സ്റ്റെയിൻ ചെയ്യാൻ പറ്റും ലൂഗോൾ സൈഡ് വെച്ച്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഗ്ലൈക്കോജൻ മാട്രിക്സ്. ഈ ഇതിനകത്ത് സൈറ്റോപ്ലാസത്തിൽ ഗ്ലൈക്കോജൻ മാട്രിക്സ് ഉള്ളത് കൊണ്ട് ഇത് ഈസി ആയിട്ട് ലൂഗോൾ സൈഡിൽ സ്റ്റെയിൻ എടുക്കും. എന്നാൽ സിറ്റാക്കി നിങ്ങളുടെ അറിവിലേക്കായിട്ട് എഴുതി വെക്കുക, സിറ്റാക്കി ഈ ലൂഗോൾ സൈഡിൽ സ്റ്റെയിൻ എടുക്കത്തില്ല. എന്തുകൊണ്ടായിരിക്കും? അതിൻ്റെ ഇത് വാക്യുലേറ്റഡ് ആണ് വിത്തൗട്ട് ഗ്ലൈക്കോജൻ മാട്രിക്സ്. നിങ്ങളുടേതായ സെൻറ്റൻസ് ലോൺ സെൻറ്റൻസിൽ എഴുതുക. എന്താ ഞാൻ ഇപ്പോൾ പറഞ്ഞത്, ലൂഗോൾ സൈഡിൽ നമ്മുടെ ക്ലമീഡിയ ട്രക്കോമാറ്റിക്സ് നന്നായിട്ട് സ്റ്റെയിൻ എടുക്കും. കാരണം അതിൻ്റെ സൈറ്റോപ്ലാസത്തിൽ ഗ്ലൈക്കോജൻ മാട്രിക്സ് ഉണ്ട്. അപ്പോൾ ഇൻക്ലൂഷൻ ബോഡീസിനെ ഈ പറഞ്ഞ പോലെ ലൂഗോൾ സൈഡിൽ നന്നായിട്ട് സ്റ്റെയിൻ എടുക്കാൻ പറ്റും. എന്നാൽ സിറ്റാക്കിയുടെ ഇൻക്ലൂഷൻ ബോഡീസ് സ്റ്റെയിൻ എടുക്കുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് മൊത്തം വാക്യുലേറ്റഡ് ആണ്, അതിന് ഗ്ലൈക്കോജൻ മാട്രിക്സ് ഇല്ല. Sitaki are diffuse vacuolated without glycogen matrix. So, എന്തെടുക്കുന്നില്ല, cannot stain leukocyte. Leukocyte stain ചെയ്യാൻ പറ്റത്തില്ല. ഇൻക്ലൂഷൻ ബോഡീസിന്റെ പേരാ പറയേണ്ടത്. അപ്പോൾ ഇത് എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ ഇൻക്ലൂഷൻ ബോഡീസിന്റെ പേര് പഠിക്കാം. ഒരു പേര് നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. നമുക്ക് ആദ്യം സിറ്റക്കോസിന്റെ ഇൻക്ലൂഷൻ ബോഡിയുടെ പേര് പറയാം. അത് നിങ്ങൾക്ക് ഭയങ്കര അറിയാവുന്ന പേരാണ്. എഴുതട്ടെ? എഴുതി കഴിഞ്ഞോ? പറയുന്ന ഇൻക്ലൂഷൻ ബോഡീസ് എന്ന് പറയുമ്പം ഇൻക്ലൂഷൻ ബോഡീസ് ചെറിയ സബ് ഹെഡിങ് കൊടുക്കും. ഇൻക്ലൂഷൻ ബോഡീസ് നമ്മൾ നീഗ്രി ബോഡീസ് എന്നൊക്കെ പഠിക്കാറില്ല. അതുപോലെ ക്ലമീഡിയയുടെ സിറ്റക്കോസിന്റെ ഇൻക്ലൂഷൻ ബോഡീസ് എന്ന് പറയുന്നത് ഏതാ കേട്ടിട്ടുണ്ടോ? LCL ബോഡി കേട്ട് കാണണം. എന്താണ് LCL ബോഡി എന്ന് പറഞ്ഞാൽ? ലെവിൻഡാൽ
കോളി, ലില്ലി ബോഡീസ്. എഴുതിയോ? സിറ്റോകോസിസിന്റെ ഇംഗ്ലീഷ് ബോഡിയാണ് LCL ബോഡി. എന്താണ് LCL ബോഡി? ലെവിൻഡാൽ, കോളി, ലില്ലി ബോഡി. എഴുതിയോ? അടുത്തത് LGVയുടെ ബോഡി. ലിംഫോഗ്രാനുലോമ വെനേറത്തിന്റെ ബോഡിയുടെ പേരാണ് മിയാഗാവ കോർപ്പസ്കിൾ. എന്താണ് LGVയുടെ ബോഡിയുടെ പേര്? മിയാഗാവ കോർപ്പസ്കിൾ. സിറ്റോകോസിസിന്റെ ഇംഗ്ലീഷ് ബോഡിയുടെ പേരെന്താണ്? LCL ബോഡി. LCL ബോഡി എന്ന് പറഞ്ഞാൽ ലെവിൻഡാൽ, കോളി, ലില്ലി ബോഡി. എന്താണ് LGVയുടെ ഇംഗ്ലീഷ് ബോഡിയുടെ പേര്? മിയാഗാവ കോർപ്പസ്കിൾ. എന്താണ് ട്രക്കോമയുടെ ഇംഗ്ലീഷ് ബോഡിയുടെ പേര്? കടിച്ചാൽ പൊട്ടാത്ത പേരാണ്. സ്പെല്ലിംഗ് എഴുതാം. ഹാൽബർസ്, ERS, ഹാൽബർസ്, TAED, ഹാൽബർസ്റ്റെറ്റർ, ഹാൽബർസ്റ്റെറ്റർ പ്രൊവാസെക്, PROWAZEK, പ്രൊവാസെക് ബോഡി അഥവാ HP ബോഡി. അപ്പോൾ ഇംഗ്ലീഷൻ ബോഡീസ്, സിറ്റോകോസിസിന്റെ ബോഡിക്ക് നമ്മൾ പറയും LCL ബോഡി അഥവാ ലെവിൻഡാൽ, കോളി, ലില്ലി ബോഡി. LGV എന്ന് പറഞ്ഞാൽ മിയാഗാവ കോർപ്പസ്കിൾ ബോഡി. ട്രക്കോമയുടെ ബോഡിയുടെ പേരാണ് ഹാൽബർസ്റ്റെറ്റർ പ്രൊവസെക് ബോഡി. ഹാൽബർസ്റ്റെറ്റർ പ്രൊവസെക് HP ബോഡി. ഇത് കഴിയുമ്പോൾ പറയണേ. കഴിഞ്ഞോ? അയക്കുവാണേ. സാന്ദ്ര എഴുതി കഴിഞ്ഞോ? എഴുതി കഴിയുമ്പോൾ പറയണേ. ഓക്കെ, മായ്ക്കട്ടെ. കഴിഞ്ഞോ?
അടുത്തത് നമ്മൾ പറഞ്ഞു ഇതിനെ ആർട്ടിഫിഷ്യൽ മീഡിയയിൽ വളർത്താൻ പറ്റില്ല അല്ലേ. മീഡിയ അത് ഇമ്പോർട്ടൻ്റ് ആണ്. കൾച്ചറിന് ഹെഡിങ് കൊടുക്കുക. കൾച്ചറിൽ നിങ്ങൾ ഫസ്റ്റ് അറിയേണ്ട കാര്യം എന്താണ്? മീഡിയയെ cannot be cultivated in ആർട്ടിഫിഷ്യൽ മീഡിയ. ആർട്ടിഫിഷ്യൽ മീഡിയയിൽ വളർത്താൻ പറ്റില്ല. അപ്പോൾ എവിടെയാണ് വളർത്താൻ പറ്റുന്നത്? സെൽ ലൈൻസിനകത്താണ് വളർത്താൻ പറ്റുന്നത്. എവിടെയാണ് ഗ്രോത്ത് തരുന്നത്? ദേ ക്യാൻ ഗ്രോ ഓൺലി ഇൻ, എവിടെ വളരും? ദേ ക്യാൻ ഗ്രോ, എവിടെയാണ് ഇത് വളരുന്നത്? എംബ്രിയോണേറ്റഡ് എഗ്, എംബ്രിയോണേറ്റഡ് എഗ് മെയിൻലി യോക്ക് സാക്കിലാണ്. പിന്നെ ആനിമൽസ് എന്ന് പറഞ്ഞാൽ മൈസിലാണ് വളരുന്നത്. പിന്നെ സെൽ ലൈൻസ് എന്ന് പറയുമ്പം ഈ പണ്ട് കാലത്ത് ഈ സെൽ ലൈൻസ് കൾച്ചർ ആയിരുന്നു ഏറ്റവും ഗോൾഡ് സ്റ്റാൻഡേർഡ് ആയിട്ട് കരുതിയിരുന്നത്. പക്ഷെ നൗ ഡേയ്സ് ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഏതാണ്? നാറ്റാണ് ഗോൾഡ്. അത് നിങ്ങൾ സൈഡിൽ എഴുതിയിട്ടില്ല. നാറ്റാണ് ഗോൾഡ് സ്റ്റാൻഡേർഡ് ആയിട്ട് മെത്തേഡ്. അപ്പോൾ ഇതിൽ ഏതൊക്കെ സെൽ ലൈൻസ് ആണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ സ്പീഷീസിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഏത് സെൽ ലൈൻസിലാണ് ഇത് വളരുന്നതെന്ന് ഇരിക്കുന്നത്. അപ്പം ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്ലമീഡിയ ട്രെക്കോമാറ്റിക്സ് ആണ് നമ്മൾ വളർത്തണം എന്നുണ്ടെങ്കിൽ അതിന് ഏതൊക്കെ സെൽ ലൈൻസിനാണ് വളരുന്നതെന്ന് വെച്ചാൽ ക്ലമീഡിയ ട്രെക്കോമാറ്റിക്സിൻ്റെ റെക്കമെൻഡഡ് സെൽ ലൈൻസ് എന്ന് പറയുന്നത് മക്കോയി സെൽ ലൈൻസ്, ഹീല 229, മക്കോയി, ഹീല, പിന്നെ BHK21 കണ്ടുപിടിച്ചിട്ടുള്ളതല്ലേ ബേബി ഹാംസ്റ്റർ കിഡ്നി സെൽ ലൈൻസ്, BHK21, ബഫല്ലോ സെൽ ലൈൻസ്. ഇതൊക്കെയാണ് നമ്മുടെ ഏതിന്? ക്ലമീഡിയ ട്രെക്കോമാറ്റിസിന് വേണ്ട സെൽ ലൈൻസ്. മക്കോയി, ഹീല 229, BHK21, ബഫല്ലോ സെൽ ലൈൻസുകളാണ് ക്ലമീഡിയ ട്രെക്കോമാറ്റിസിന് വളരാൻ വേണ്ടത്. ഇനി ക്ലമീഡിയ ന്യൂമോണിയയ്ക്കാണെങ്കിൽ വേണ്ടതെങ്കിൽ ഏതാ എടുക്കുന്നത്? ഹെപ്2 ഓർ ഹ്യൂമൻ ഫൈബ്രോബ്ലാസ്റ്റ് സെൽ ലൈൻ. ഇതാണ് നമ്മുടെ ക്ലമീഡിയ ന്യൂമോണിയയ്ക്ക് എടുക്കുന്നത്. ഇനി സിറ്റാക്കിക്ക് എടുക്കുന്നത്, ക്ലമൈഡോഫില സിറ്റാക്കിക്ക് എടുക്കുന്നത് സിറ്റാക്കിക്ക് എല്ലാം വീഡിയോ എടുക്കാം. പക്ഷേ റെയറായിട്ട് സിറ്റാക്കിനെ വളർത്തുള്ളൂ. ബിക്കോസ് ഇൻഫെക്ഷൻസ് പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആവും ലബോറട്ടറി. അതുകൊണ്ട് അതിനെ ഐസൊലേറ്റ് ചെയ്യുന്നത് റെയറാണ്. എല്ലാ മീഡിയത്തിലും അതിനെ വളർത്താൻ പറ്റും, കൾച്ചർ ചെയ്യാൻ പറ്റും. പക്ഷേ ഐസൊലേഷൻ ചെയ്യുന്നത് റൊട്ടീൻ ലബോറട്ടറി ചെയ്യാറില്ല. ഭയങ്കര സിവിയർ റിസ്ക് ആണ് ലബോറട്ടറി ഇൻഫെക്ഷൻ കേട്ടോ. എഴുതിയോ? എഴുതി കഴിയുമ്പം പറയണേ. മീഡിയനെ നമുക്ക് ആർട്ടിഫിഷ്യൽ കൾച്ചർ മീഡിയയിൽ വളർത്താൻ പറ്റില്ല. നമ്മൾ സെൽ ലൈൻസിലാണ് വളർത്തുന്നത്, മെയിൻലി എംബ്രിയോണേറ്റഡ് എഗ്. അപ്പം യോക്സാക്കിൽ, ആനിമലായിട്ടുള്ള മൈസിൽ, സെൽ ലൈൻസിൽ. അപ്പം ട്രാക്കോമാറ്റിസിന് മക്കോയി, BHK21, ഹീല 229, ബഫല്ലോ സെൽ ലൈൻസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ന്യൂമോണിയയ്ക്ക് ഹെപ്2 അല്ലെങ്കിൽ ഹ്യൂമൻ ഫൈബ്രോബ്ലാസ്റ്റ് സെൽ ലൈൻ എടുക്കും. സിറ്റാക്കിക്ക് നമ്മൾ എല്ലാ മീഡിയത്തിലും അത് സെൽ ലൈൻസിലും വളരും. പക്ഷേ അത് ഓർഡിനറി ലബോറട്ടറി എന്ന് പറഞ്ഞാൽ വളർത്താറില്ല, ഐസൊലേറ്റ് ചെയ്യാറില്ല. സിവിയർ റിസ്ക് ആണ്, ഇൻഫെക്ഷൻ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും. എഴുതി കഴിയുമ്പോൾ പറയണേ.
ഓക്കെ. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഗോൾഡ് സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഏതായിരുന്നു? നാറ്റ്. ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റ് ആണ് നമ്മുടെ ഗോൾഡ് സ്റ്റാൻഡേർഡ് ടെസ്റ്റ് എന്ന് പറയുന്ന ക്ലമീഡിയയുടെ. അപ്പോൾ ക്ലമീഡിയ എന്ന് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ക്ലമീഡിയ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്തൊക്കെ ഓടി വരണം? ക്ലമീഡിയ ട്രക്കോമാറ്റിസ് വരണം, ക്ലമൈഡോഫില ന്യൂമോണിയ വരണം, ക്ലമൈഡോഫില സിറ്റാക്കി വരണം. എന്നിട്ട് അതിനപ്പോൾ ട്രക്കോമാറ്റിക്സ് ആണെങ്കിൽ അതുമായിട്ട് ഇൻക്ലൂഷൻ പ്ലനേറിയ വരണം. നമ്മൾ പഠിച്ച ഡിസീസുകളെല്ലാം ഓരോ ബയോവാസുകളും LGV അതിൻ്റെയൊക്കെ ഇൻക്ലൂഷൻ ബോഡീസ്. എനിക്ക് തോന്നുന്നു നമ്മൾ പഠിക്കാതിരിക്കുമ്പോൾ നമുക്ക് ഈ ക്ലമേഡിയ എന്ന് കേൾക്കുമ്പോൾ ഏകദേശം 1-2 കാര്യങ്ങൾ മാത്രമേ ഓർക്കുള്ളൂ. ഇത്ര ക്ലമേഡിയ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ അധികം കാര്യങ്ങൾ ക്ലമേഡിയ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരും. അതിനാണല്ലോ നമ്മൾ ഡെപ്തിൽ പഠിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നാറ്റാണ് അതിൻ്റെ സിറോളജി ടെസ്റ്റ്, മോളിക്കുലർ ലെവൽ മെത്തേഡ്, ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റ്. നാറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഇതാണ് ഗോൾഡ് സ്റ്റാൻഡേർഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. പ്രീവിയസ്ലി അത് എന്തായിരുന്നു? നമ്മൾ സെൽ കൾച്ചർ ആയിരുന്നു അതിൻ്റെ ഗോൾഡ് സ്റ്റാൻഡേർഡ് മെത്തേഡ് കൺസിഡർ ചെയ്യുന്നത്. ഇത് ഗോൾഡ് സ്റ്റാൻഡേർഡ് ആണ്. ഓൾസോ ഇത് എന്ത് മെത്തേഡാണ്? ഹൈലി സെൻസിറ്റീവ് ആൻഡ് സ്പെസിഫിക് മെത്തേഡാണ്. ഹൈലി സെൻസിറ്റീവ് ആൻഡ് സ്പെസിഫിക്. അപ്പോൾ ക്ലമീഡിയയുടെ സ്പെസിഫിക് ആൻഡ് സെൻസിറ്റീവ് മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചിട്ട് 4 മെത്തേഡ് എന്നാൽ നാറ്റ് എഴുതാൻ മറക്കരുത്. പണ്ട് കാലത്തുണ്ടായിരുന്ന ഈ കൾച്ചർ മെത്തേഡിനെ റിപ്ലേസ് ചെയ്തിട്ട് പകരം ഗോൾഡ് സ്റ്റാൻഡേർഡ് മെത്തേഡ് എന്ന് പറയുന്നത് നാറ്റാണ്. പിന്നെ മറ്റ് വേരിയസ് മെത്തേഡ് എന്ന് പറയുമ്പോൾ അതർ മെത്തേഡ്സിൽ ഏതൊക്കെ നമുക്ക് പറയാൻ പറ്റും? വേരിയസ് മെത്തേഡ്സിൽ PCR പറയാം. അതൊക്കെ നാറ്റാണ് ഏറ്റവും ഹൈലി സ്പെസിഫിക്. അതിനുശേഷം വരുന്ന മെത്തേഡുകളാണ് ഈ PCR, ദെൻ ഫിലിം അറേ റെസ്പിറേഷൻ, റിയൽ ടൈം PCR തന്നെ ക്ലാസിഫിക്കേഷൻ ആണ് റിയൽ ടൈം PCR. പിന്നെ ഉള്ളത് ഫിലിം അറേ റെസ്പിറേഷൻ പാനൽ എന്ന് പറയും, FIL, ഫിലിം അറേ റെസ്പിറേഷൻ പാനൽ ടെസ്റ്റ്. ഇനി ഇത് മോളിക്കുലർ ലെവൽ ടെസ്റ്റുകളാണ്. നമ്മുടെ സിറോളജിക്കൽ ടെസ്റ്റിൽ ഓൾറെഡി ഞാൻ ഓരോ ഇതും പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? സിറോളജിക്കൽ ടെസ്റ്റ് ഓൾറെഡി നിങ്ങൾക്ക് അറിയാമെങ്കിൽ പിന്നെ എഴുതി വെക്കേണ്ട കാര്യമില്ല. CFT, കോംപ്ലിമെന്റ് ഫിക്സേഷൻ ടെസ്റ്റ്. പിന്നെ നമ്മുടെ ഏതായിരുന്നു എലൈസ അതിൽ പറഞ്ഞിട്ടില്ല എങ്കിലും അതുകൂടെ ആഡ് ചെയ്തേക്കുക. എലൈസ ഉണ്ട്. പിന്നെ ഉള്ളത് മൈക്രോ ഇമ്മ്യൂണോഫ്ലൂറസൻസ്, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, MIF. പിന്നെ ഏതാ പറഞ്ഞേ? CFT പറഞ്ഞിട്ടുണ്ട്, MIF പറഞ്ഞിട്ടുണ്ട്, എലൈസ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ 1-2 ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അല്ലേ? നോക്കട്ടെ. MIF, CFT, EIA, എൻസൈം ഇമ്മ്യൂണോസേ, മൈക്രോ ഇമ്മ്യൂണോഫ്ലൂറസൻസ്, EIA, എൻസൈം ഇമ്മ്യൂണോസേ. ഓക്കെ, ഇത്രയും ടെസ്റ്റുകളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് ഡ്രഗ് എന്ന് പറയുമ്പം ഡ്രഗ് ഓഫ് ചോയ്സ് എന്താ കൊടുക്കുക? അസിത്രോമൈസിൻ ആണ് കൊടുക്കാം. ഡ്രഗ്സിൽ അസിത്രോമൈസിൻ കൊടുക്കാം, ഡോക്സിസൈക്ലിൻ കൊടുക്കാം. അസിത്രോമൈസിനും ഡോക്സിസൈക്ലിൻ. ഓക്കെ ആണോ? എത്തിക്കഴിഞ്ഞോ? കഴിയുമ്പോ പറയണേ. ഇനി വന്നത് ഞാൻ എഴുതി വെക്കണ്ട, ജസ്റ്റ് അറിയാൻ വേണ്ടി പറയാണ്. അതിൻ്റെ അത് കുറെ ജനൈറ്റൽ ഇൻഫെക്ഷൻസ് നമ്മൾ പറഞ്ഞല്ലോ, നോൺ ഗോണോക്കോക്കൽ ഉർത്രൈറ്റിസ്, പ്രോക്ടൈറ്റിസ്, എപ്പിഡിഡിമൈറ്റിസ് ഒക്കെ. അപ്പം ഇതെല്ലാം നമ്മുടെ HIV പോലെ തന്നെയാണ്. പ്രിവെൻഷൻ എന്ന് പറയുമ്പം നമ്മൾ എന്താണ്, കോൺട്രാസെപ്റ്റീവ് ഇതെല്ലാം യൂസ് ചെയ്യുക. പിന്നെ ഹൈ റിസ്ക് ഗ്രൂപ്പ് സെക്ഷൽ വർക്കേഴ്സിനാണ് കൂടുതലായിട്ടും ഈ ക്ലമീഡിയയുടെ ഇൻഫെക്ഷൻ വരുന്നുണ്ടോ എന്ന് അസസ് ചെയ്ത് നോക്കുന്നത്. പിന്നെ 2 സെക്സ് പാർട്ട്നേഴ്സ് 2 പേർക്കും ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മളപ്പോൾ ക്ലമീഡിയ എന്ന് പറയുന്ന ടോപ്പിക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മളിപ്പം മിസലേനിയസ് ബാക്ടീരിയ ആണ് കൂടുതലും റീസെൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്നത്. A to Z കാര്യങ്ങൾ പഠിക്കേണ്ടത്. അതിൽ നമ്മുടെ മൈക്കോപ്ലാസ്മ, യൂറിയോപ്ലാസ്മ കഴിഞ്ഞു. സെക്കൻഡ് വൺ ആണ് ഏത്? ക്ലമീഡിയ. ക്ലമീഡിയയുടെ പ്രീവിയസ് കുറച്ച് ക്വസ്റ്റ്യനോടെ ഉണ്ട്, അത് നമുക്ക്
ഡിസ്കസ് ചെയ്യണോ അതോ ഞാൻ വാട്സപ്പ് കോൾ ഇടണോ അതോ ടെസ്റ്റ് പേപ്പറായിട്ട് ഇടണോ? മോക്ക് ടെസ്റ്റിനകത്ത് ഇട്ടാൽ മതിയോ? 1 hour ആയി, വിശക്കുന്നില്ലേ പിള്ളേരെ? എന്തായാലും നിങ്ങൾക്ക് സമയമുണ്ട് പഠിക്കാനായിട്ട്. ഞാൻ എന്തായാലും ഈ ആഴ്ച വൈറ്റമിൻസ് ആണ് ഫുള്ള് ടെസ്റ്റ് പേപ്പർ ഇടുന്നത്. നെക്സ്റ്റ് വീക്കിൽ ഈ പറഞ്ഞ മൈക്രോബയോളജി ഇടുന്നുള്ളൂ. ഇനി നമുക്ക് അടുത്ത ഏതാ അറിയോ പഠിക്കാനുള്ളത്? ചെറിയ ടോപ്പിക്കിൽ റിക്കറ്റ്സിയ, കോക്സിയല്ല, ബാർട്ടണല്ല. അപ്പം പഠിക്കുന്ന സാധനം അത് അവിടെ കളയാനല്ല, മോക്ക് ടെസ്റ്റിൽ മതി. ഓക്കെ, അപ്പം നമുക്ക് മോക്ക് ടെസ്റ്റ് ചെയ്യാം. ഇപ്പം ക്ലമീഡിയ വൃത്തിക്ക് പഠിച്ചോ. ക്ലമീഡിയയുടെ കുറച്ച് കാര്യങ്ങളുള്ളൂ. ഉള്ളത് വൃത്തിക്ക് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്കത് ഫ്യൂച്ചറിൽ റിവിഷൻ ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു മൈക്കോപ്ലാസ്മയും യൂറിയോപ്ലാസ്മ, ക്ലമീഡിയ മൂന്നുകൂടെ കമ്പൈൻഡ് ആയിട്ട് നമുക്ക് മോക്ക് ടെസ്റ്റ് ഇടാം. പിന്നെ ഉള്ളത് ഇനി അടുത്തത് ഞാൻ എന്താ പരീക്ഷ ചോദിച്ചേ? ബയോകെമിസ്ട്രി ആയിരുന്നു ഏതെടുക്കണമെന്ന് ചോദിച്ചല്ലേ. ഞാനൊരു സിലബസ് എടുത്ത് വെച്ചിട്ടുണ്ട്. റെക്കോർഡിങ്സ് കേൾക്കുന്നവർ അഭിപ്രായം പറയട്ടെ, അടുത്ത ഏത് ടോപ്പിക് എടുക്കണം എന്നുള്ളത്. ഹോർമോൺസ് ഉണ്ട്, എൻസൈമോളജി ഉണ്ട്, മോളിക്കുലാർ ബയോളജി ഉണ്ട്. മോളിക്കുലാർ ബയോളജിയിൽ DNA റെപ്ലിക്കേഷൻ, റിപ്പയർ മെക്കാനിക്സ് ഒക്കെ ഒത്തിരി ഡെപ്തിൽ പഠിക്കാനുള്ളതാണ്. അതിൽ ഡെപ്തിൽ പഠിച്ചാലേ നമുക്കത് എപ്പോഴും എല്ലാവരും സ്കിപ്പ് ചെയ്യുന്നതും ഒട്ടും ആൻസർ ചെയ്യാൻ പറ്റാതെ നമ്മൾ വിടുന്ന ടോപ്പിക്കാണ് മോളിക്കുലാർ ബയോളജി. എനിക്ക് തോന്നുന്നില്ല അത്രയും അങ്ങനെ കളയേണ്ട ഒരു സാധനമാണ്. പഠിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ. അത് എനിക്ക് മനസ്സിലായത് JSOയുടെ എക്സാമിനാണ്. ഞാൻ എപ്പോഴും സ്കിപ്പ് ചെയ്ത് വിട്ടിരുന്ന സാധനമാണ് മോളിക്കുലാർ ബയോളജി. അത്യാവശ്യം ജസ്റ്റ് നോക്കും, പക്ഷേ ഓർത്തിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണോ എന്തോ ആ ടോപ്പിക് എപ്പോഴും കളഞ്ഞിട്ടാണ് പോകാറ്. പക്ഷേ JSOയുടെ എക്സാമിൻ്റെ ടൈമിലാണ് പഠിച്ചപ്പോഴാണ് ഇത് ഇത്ര ഈസി ആയിട്ടുള്ള ഒരു സാധനമായിരുന്നെന്ന് മനസ്സിലായത്. അതുകൊണ്ട് ഞാൻ പറയും മോളിക്കുലാർ ബയോളജി നിങ്ങൾ പഠിക്കണം. DNA റെപ്ലിക്കേഷൻ, അതിൻ്റെ റിപ്പയർ മെക്കാനിസംസ്, ട്രാൻസ്ക്രിപ്ഷൻസ്, ജനറ്റിക് കോഡ്, ട്രാൻസ്ലേഷൻ, പോസ്റ്റ് ട്രാൻസ്ലേഷൻ മോഡിഫിക്കേഷൻസ്, പ്രോട്ടീൻ ഫോൾഡിങ്, പ്രോട്ടീൻ ടാർഗറ്റിങ്, ഡിഫറെൻറ്റ് ടെക്നിക്സുകൾ, റീകോമിനന്റ് DNA ടെക്നോളജി, ബ്ലോട്ടിംഗ് ടെക്നിക്ക്, PCR, ഫിഷ്, ക്ലോണിങ്, ജീനോമിക് ലൈബ്രറി. ഇത്രയാണ് 3 മാർക്കിന് ചോദിച്ചേക്കുന്നത്. പക്ഷേ ഈ 3 മാർക്ക് നിങ്ങൾക്ക് ഇഷ്ടം പോലെ സാധനങ്ങൾ പഠിക്കാനുണ്ട്. പക്ഷെ അത് പഠിച്ചു വെച്ചാൽ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്രദമായിരിക്കും. ഏത് എക്സാമിനും നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഞാൻ എപ്പോഴും പറയുന്നത് എന്താണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനമല്ല നിങ്ങൾ പഠിക്കേണ്ടത്. ഇപ്പം എനിക്ക് തോന്നിയ ഒരു കാര്യം, ഇപ്പം ക്ലമീഡിയയുടെ ഞാനാണെങ്കിൽ പോലും ഇതിന് മുന്നേ ഒക്കെ പഠിച്ചിട്ടുള്ളത് അകപ്പാടെ ക്ലമീഡിയ എന്ന് കേൾക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ 3 പേര് ഓർക്കും. സിറ്റക്കോസിസ് ഓർക്കും, ട്രക്കോമാറ്റിസ് ഓർക്കും, ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഓർക്കും. ഇതൊക്കെ ഞാൻ JSOയ്ക്കാണ് കുറച്ചുകൂടെ എല്ലാ പുസ്തകം മൊത്തം അരിച്ചു പറക്കി പഠിക്കാൻ തുടങ്ങിയത്. അപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻക്ലൂഷൻ ബോഡീസ് ഈ പറഞ്ഞ അന്ന് എനിക്കറിയാവുന്ന LCL ബോഡി ആയിരുന്നു. ബാക്കി 2 ഇൻക്ലൂഷൻ ബോഡീസും നിങ്ങൾക്ക് ഇതിനു മുന്നേ നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടോ? ഈ മിയാഗാവായും മറ്റ് ഇൻക്ലൂഷൻ ബോഡീസും ഒക്കെ ഉണ്ടോ? ഞാൻ JSOയുടെ എക്സാമിനാണ് ഈ പറഞ്ഞ LCL ബോഡിയാണ് അന്ന് നമ്മൾ ഗൈഡ് നോക്കി പഠിച്ചു വെക്കുന്ന ബോഡി, അല്ലെങ്കിൽ അനന്തനാരായണൊക്കെ ഉള്ള ബോഡി മീൻസ് നമുക്ക് ഉള്ളത്. ബയോജയിൽ പോലും ഇല്ല, അപൂർവയിലാണ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഇപ്പം നിങ്ങളെ ഞാൻ പഠിപ്പിക്കുന്ന അപൂർവയാണ് കേട്ടോ. PDF ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണേൽ ഇടയ്ക്ക് റെഫർ ചെയ്യാം. നല്ല ടെസ്റ്റാണ് അപൂർവ ശാസ്ത്രി. PG ലെവൽ തന്നെ എല്ലാ സംഭവമുണ്ട്, ഡെപ്തിലുണ്ട്. അത് വെച്ചിട്ടാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ ഈ എല്ലാ സാധനങ്ങളും എനിക്ക് കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ഞാൻ നോക്കിയതെല്ലാം അപൂർവയാണ് റെഫറൻസിന് ഇട്ടേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ അതിനകത്തൊന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഓക്കെ, മോൾക്ക് ബയോകെമിസ്ട്രിയുടെ വൈറ്റമിൻസിൻ്റെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നാളെ ഞാനില്ലല്ലോ, നാളെ കഴിഞ്ഞ് നമുക്ക് മോളിക്കുലർ ബയോളജി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് നെക്സ്റ്റ് ഓരോ ദിവസം സാന്ദ്രയ്ക്ക് അറിയില്ലല്ലോ, നമ്മൾ ഒന്നിടവിട്ടാണ് എടുക്കുന്നത് കേട്ടോ. വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഇതും കൂടി പോകാം അല്ലേ, അക്കൂട്ടത്തിൽ ഹെമറ്റോളജിയും കൂടെ ഒരു ദിവസം എടുക്കാം അല്ലേ. ഒരു ദിവസം ഹെമറ്റോളജി, ഒരു ദിവസം അങ്ങനെ നമുക്ക് പോയാലോ? അപ്പോൾ ഒരു ബോറടിയും മാറി കിട്ടും. ഒരു ദിവസം ബയോകെമിസ്ട്രി, അങ്ങനെ പോയാലോ? ഓക്കെ, അപ്പോൾ നമ്മുടെ എല്ലാ ടോപ്പിക്കും നമുക്കൊരു ഓരോ ഡേയിൽ അങ്ങനെ എല്ലാം കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിൽ നമുക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക് എടുത്ത് പഠിക്കാം. ഓക്കെ, ആയിക്കോട്ടെ. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്.